ആലിയ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിന് ശനിയാഴ്ച മുതൽ തുടക്കമാകും. അൽ ആലിയ അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പി മുജീബ് റഹ്മാൻ, അഡ്വക്കേറ്റ് ഹാരിസ്, ബീരാൻ MP അടക്കമുള്ള പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലിയ സ്ഥാപനങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ അൽ ആലിയ അലുമിനി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം 14-15 തീയതികളിലായി പരവനടുക്കം ആലിയ ക്യാമ്പസിൽ വെച്ച് നടക്കും. 14-ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് 1941 മുതൽ ആലിയയിൽ വിദ്യ പകർന്നു നൽകിയ വ്യത്യസ്ത കാലഘട്ടത്തിലെ പൂർവ്വ അധ്യാപകരുടെ സംഗമം നടക്കും. വൈകുന്നേരം 4 മണിക്ക് സമ്മേളന ഉദ്ഘാടനം ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ നിർവഹിക്കും. സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച സംസ്ഥാനതല പ്രബന്ധ കവിതാ രചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസും ഉപഹാരവും അക്കാദമിക് മീറ്റിൽ വെച്ച് വിതരണം ചെയ്യും. രാത്രി 9 മണി മുതൽ കൾച്ചറൽ പ്രോഗ്രാമുകൾ നടക്കും. 15-ന് ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ആലിയ കോളേജ്, വനിതാ കോളേജ്, മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രതിനിധി സംഗമം സമാന്തരമായി നടക്കും. 11 മണിക്ക് നടക്കുന്ന പ്രൊജക്റ്റ് പ്രഖ്യാപനത്തോടെ സമ്മേളനം സമാപിക്കും. ആലിയ മാനേജിംഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ സലാഹുദ്ദീൻ സമാപനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആലിയയുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം ഈ വരുന്ന 14-15 തീയതികളിൽ നടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് അവിടെ നടക്കുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ആലിയയിൽ 85 വർഷമായി വ്യത്യസ്ത കാലഘട്ടത്തിൽ അധ്യാപനം നിർവഹിച്ചിരുന്ന 100ഓളം അധ്യാപകന്മാരുടെ ഒരു ഒത്തുചേരലാണ് ആദ്യത്തെ 2 മണിക്കുള്ള സെക്ഷൻ. ശേഷം 4 മണി മുതൽ 6 മണി വരെ ഉദ്ഘാടന സമ്മേളനമാണ്. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആ സെക്ഷനിൽ ആലിയയുടെ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ CP അബിയുർ റഹ്മാൻ സാഹിബ് അധ്യക്ഷത വഹിക്കും. സംഘാടക സമിതി വൈസ് ചെയർമാൻ ബദറുൽ മുനീർ, ആലിയ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് U അബ്ദുസ്സലാം, ആലിയ അലുമിനി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി TP ഇല്യാസ്, സംഘാടക സമിതി ജനറൽ കൺവീനർ ഷറഫുദ്ദീൻ P, സംഘാടക സമിതി കൺവീനർ CMS കലീലുല്ലാഹ്, സംഘാടക സമിതി കൺവീനർ PK അബ്ദുല്ല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.